വന്യമൃഗശല്യം തടയാൻ സ്ഥാപിക്കുന്ന അനധികൃത വൈദ്യുത വേലികളിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഓരോ വർഷവും കൂടി വരികയാണ്. അനുമതിയില്ലാതെ വൈദ്യുത വേലികൾ സ്ഥാപിക്കരുതെന്ന് KSEB കർശന നിർദ്ദേശം നൽകുമ്പോഴും നിർബാധം ഇത് തുടരുകയുമാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. വനാതിർത്തികളിലും പന്നിശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിലുമായി അനധികൃത വൈദ്യുതി വേലികൾ ഇപ്പോഴും വ്യാപകം. കർഷകർ വിള നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനാണ് വേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇതിന്റെ ഇരകളാണ് നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യർ. 2022 മെയ് 19 പുതുമഴയിൽ മീൻ പിടിക്കാനെത്തിയ മുട്ടിക്കുളങ്ങര KP 2 ബറ്റാലിയൻ ക്യാമ്പിലെ 2 ഉദ്യോഗസ്ഥർ കാട്ടുപന്നിക്കായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. മൃതദേഹം 1/2 കിലോമീറ്റർ അകലെ പാടത്ത് നിന്നാണ് കണ്ടെത്തിയത്. സ്ഥലമുടമ മൃതദേഹം പാടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. 2023 സെപ്റ്റംബർ 26 പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ 2 ജീവനുകൾ പൊലിഞ്ഞതും വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ്. പുതുശ്ശേരി സ്വദേശി സതീഷ്, കൊട്ടക്കാട് സ്വദേശി ഷിജിത്ത് എന്നിവരാണ് മരിച്ചത്. 2023 ഒക്ടോബർ 4 പാലക്കാട് വണ്ടാഴിയിൽ വീട്ടമ്മയ്ക്ക് പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമായി. പുത്തൻപുരയ്ക്കൽ ഗ്രേസിക്കാണ് ജീവൻ നഷ്ടമായത്. അവരുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് അവർക്ക് ഷോക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. പെരുമാട്ടി, ശ്രീകൃഷ്ണപുരം എന്നീ സ്ഥലങ്ങളിലും ഇതേ വർഷം പന്നിക്കണികളിൽ കുടുങ്ങി മനുഷ്യജീവനുകൾ നഷ്ടമായി. 2024 നവംബർ 13 വാളയാർ അട്ടപ്പള്ളത്ത് അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. ഷോക്കേറ്റ് പിടയുന്ന പിതാവിനെ രക്ഷിക്കാൻ എത്തിയപ്പോഴാണ് മകൻ അനിരുദ്ധിനും ഷോക്കേറ്റത്. വനാതിർത്തി പ്രദേശങ്ങളിൽ അപകടമില്ലാത്ത സൗരോർജ്ജ വേലികൾ നിർമ്മിക്കാൻ വൈദ്യുതി വകുപ്പ് അനുമതി നൽകുന്നുണ്ട്. 10 വാട്ടിന് താഴെ മാത്രം വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള സൗരോർജ്ജ വേലികൾക്കാണ് അനുമതി ലഭിക്കുക. എന്നാൽ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം KSEB അധികൃതർ നടപടി സ്വീകരിക്കുന്നിടത്തോളം ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വ്യാപകമായ പരിശോധനകളും കർശന നടപടികളും മാത്രമേ ഇത്തരം അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കാൻ സഹായിക്കൂ.